ഇതൊരു സന്തോഷത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളെ വീടിൻ്റെ പണി ഏകദേശം കംപ്ലീറ്റ് ആയി. ഏകദേശം ഒരു 80% കംപ്ലീറ്റ് ആയി. പിന്നെ നമ്മൾ ഈ ഒരു മാസത്തിൽ തന്നെ വീടിരിക്കൽ ചടങ്ങ് നടത്താമെന്ന് തീരുമാനിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ഒരു 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് നമ്മളൊരു മതപരമായ ചടങ്ങുകളൊക്കെ നടത്തി. അതായത് റബീഉൽ അവ്വൽ മാസത്തിൽ വീടിരിക്കാൻ നല്ല മാസം ആണ്. ഏകദേശം കഴിയാറായല്ലോ. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ 2-3 ദിവസം കഴിഞ്ഞാൽ ഈ മാസം കഴിയാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഈ വീടിരിക്കൽ ചടങ്ങ് നടത്തിയതാണ്. അപ്പം ഇനി 2 മാസത്തിനുള്ളിൽ വീട് പണി കംപ്ലീറ്റ് ആവും. അതിനുശേഷം നമ്മൾ ഈ വീടിൻ്റെ വീഡിയോസ് ഒരു 6-7 മാസം മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ വീട് ഈ ചടങ്ങിന് വന്ന കുറേ ആളുകൾക്ക് കുറേ സംശയങ്ങളുണ്ടായിരുന്നു. ഇതെന്താണ്, അതുപോലെ ഇതെന്താണെന്നൊക്കെ ചോദിച്ച് കുറേ ആളുകൾക്ക് സംശയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ചെറിയൊരു വീഡിയോ ആണ്. വീടിൻ്റെ പണി മുഴുവനായിട്ട് തീർന്നിട്ടേ ഇങ്ങനെ ഒരു പരിപാടി നടത്തുള്ളൂ എന്നൊക്കെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആകാൻ കഴിഞ്ഞില്ല. കുറച്ച് 2-3 മാസത്തെ പണി കൂടെ ഇനിയും ഉണ്ടാവും. അതുകൊണ്ടാണ് പെട്ടെന്ന് ഈ ഒരു മാസം നമ്മൾ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പരിപാടി നടത്തിയത്. അപ്പോൾ നമ്മളെ വീടിൻ്റെ ബാൽക്കണി എന്നുള്ളൊരു വ്യൂ ഉണ്ട്. നമ്മൾ ഈ ബാഗ് കണ്ടത് അത് സംഭവം തെങ്ങുന്തോപ്പൊക്കെ നല്ലൊരു വ്യൂ ആണ്. നമ്മൾ ഇവിടെ നിന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ നല്ലൊരു വ്യൂ ആണ്. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു വ്യൂവിനെ നല്ല രീതിയിൽ കൊണ്ടുവരുന്ന ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ യെല്ലോ ബാമ്പാണ്. ഈ ബാമ്പു നമ്മൾ 2 വർഷം മുമ്പേ നഴ്സറിയിൽ നിന്ന് കൊടുന്ന് നട്ടതാണ്. പക്ഷേ ഇത് വല്ലാത്ത രീതിയിൽ വളർന്നുപോയി. അപ്പോൾ വന്നവരിൽ ഭൂരിഭാഗം ആളുകളും അത് മുറിച്ച് കളയാനൊക്കെ പറഞ്ഞത്. കാരണം നല്ല രീതിയിലൊരു കാട് കെട്ടി എന്നുള്ളൊക്കെ ഒരു അഭിപ്രായമാണ് ആളുകൾ കൂടുതലും പറഞ്ഞത്. അപ്പം മിക്കവാറും അത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കൂടുതൽ ആളുകൾ ചോദിച്ചൊരു പോർഷനാണ് കേട്ടോ ഇത്. നമ്മളുടെ ഡൈനിങ് ഹാളാണ്. ഡൈനിങ് ഹാളിൻ്റെ ഇപ്പോഴത്തെ പണി തീർന്നോ ബ്രോ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സഞ്ചറിലൊക്കെ മെസ്സേജ് ചെയ്തിരുന്നു. അപ്പം ആ ഒരു ഭാഗം ഇങ്ങനെയാണ്. ഇതിൻ്റെ ടോപ്പും സെയിം ആട്ടോ, ക്രോസ് വെന്റിലേഷൻ വേണ്ടി. ഇതിൻ്റെ ഓപ്പോസിറ്റും അതേപോലെ തന്നെ വെന്റിലേഷൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഡൈനിങ് ഹാൾ. ഇപ്പോൾ നമ്മൾ ചടങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു ടേബിൾ ഇട്ടുണ്ട്. പിന്നെ ഇവിടെ ഫിക്സഡ് ഗ്ലാസ് ഇട്ടിട്ട് ഫിക്സ് ചെയ്യേണ്ടി വരും. പിന്നെ ആളുകൾ ചോദിച്ചത് ഇത് സാധാരണ രീതിയിൽ MDFO മറ്റൊക്കെ വെച്ചാണല്ലോ ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് GI പൈപ്പ് ആട്ടോ. അത് വില കുറവുള്ള സമയത്ത്, ഇപ്പോൾ നല്ല റേറ്റ് ആണല്ലോ GI പൈപ്പിന്. വില കുറവുള്ള സമയത്ത് നമ്മൾ മേടിച്ചിട്ട് ചെയ്തൊരു പാർട്ടീഷനാണ് ഇത്. വെറും മെറ്റലാണ് കേട്ടോ. പിന്നെ വന്നവരിൽ കുറച്ചും കൂടുതൽ ആളുകൾ ചോദിച്ചത് ഇത് എങ്ങനെ TV യൂണിറ്റ് ആക്കിയെടുക്കുക എന്നുള്ളതാണ്. അത് ഫെറോ സിമെൻറ്റിലാണല്ലോ നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ ആ ഒരു ധൈര്യത്തിൽ തന്നെയാണ് ചെയ്തത്. അത് നല്ല രീതിയിലൊരു TV ഉണ്ടാക്കി എടുക്കാമെന്നുള്ള ധൈര്യത്തിലാണ് ചെയ്ത്. വർക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു 3 മാസം കൂടി ഇനി വർക്ക് കംപ്ലീറ്റ് ആവും. പെയിൻറ്റിങ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ആ ഒരു സെൻറ്ററിൽ ആ വലിയ പോർഷൻ ഉണ്ടല്ലോ, ആ പോർഷനിൽ MDFO പ്ലൈവുഡ് മൈക്ക ഷീറ്റൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ അത് ഫിനിഷ് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ പിന്നെ വേറെ കുറച്ച് ആളുകൾ ചോദിച്ചത് പെയിൻ്റ് അടിക്കാതെ തന്നെ പുട്ടിയിട്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ജിപ്സം പ്ലാസ്റ്ററിങ്ങിനെ കുറിച്ച് ഇപ്പോഴും ആളുകൾക്ക് നാട്ടും പുറത്തൊന്നും അറിഞ്ഞ് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. നമ്മളെ ഹൗസ് വാമിങ് സെറമണി നടന്നു എന്നൊരു സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വീഡിയോയുമായി വന്നത്. നമ്മൾ മേൽന്ന് കണ്ട ഒരു ബാമ്പു കേട്ടോ ഈ കാണുന്നത്. അത് മുറിച്ച് കളയേണ്ട ബാമ്പു. ഇന്നലെ എന്താണെന്ന് ചോദിച്ചാൽ ഒരു പോള കണ്ണടച്ചില്ല കേട്ടോ. രാത്രി ഫുള്ള് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.